മദ്യനയ അഴിമതിയിലെ മുഴുവൻ പണവും ലഭിച്ചത് ബിജെപിക്കാണെന്ന് മന്ത്രി അതിഷി. കേസിലെ മാപ്പുസാക്ഷി ശരത് ചന്ദ്ര റെഡ്ഡി 34 കോടി രൂപയാണ് നൽകിയത്. ഇലക്ട്രൽ ബോണ്ടിന്റെ ഭാഗമായി ബിജെപിക്ക് പണം നൽകിയ ആളാണ് മാപ്പുസാക്ഷി. പണം വാങ്ങിയതിന് ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദയെ അറസ്റ്റ് ചെയ്യണമെന്നും അതിഷി മർലേന പറഞ്ഞു. കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഇപ്പോൾ ഡൽഹി ഷഹീദ് പാർക്കിൽ ആം ആദ്മി പ്രവർത്തകർ പ്രതിഷേധം തുടരുകയാണ്. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ബൽറാം, എങ്ങനെയാണ് ഈ തരത്തിലാണ് പ്രതിഷേധം തുടരുന്നത്? വലിയ തരത്തിലുള്ള ജനപങ്കാളിത്തമുണ്ടോ? പാർക്കിലെ പ്രതിഷേധം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഈ പാർക്കിന് പുറത്ത് റോഡ് ഉപരോധിച്ചുള്ള പ്രതിഷേധമാണ് നടത്തുന്നത്. ഈ പ്രതിഷേധക്കാരെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് നീക്കുകയാണ്. ശക്തമായ പോലീസ് സുരക്ഷ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരുന്നു. ഇപ്പോൾ പ്രതിഷേധക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് മാറ്റുകയാണ്. ഈ പ്രതിഷേധ സ്ഥലത്ത് നിന്നും ഷഹീദ് പാർക്കിന് തൊട്ടുപുറത്ത് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ എത്തി പുഷ്പാർച്ചന നടത്തി അഭിസംബോധന ചെയ്ത് സംസാരിച്ചതിന് പിന്നാലെ ആം ആദ്മി പ്രവർത്തകർ ഷഹീദ് പാർക്കിലെ പ്രതിഷേധം അവസാനിപ്പിച്ച് പുറത്ത് ഇറങ്ങിയിരുന്നു. എന്നാൽ പുറത്തെത്തിയ ഒരു വിഭാഗം പ്രവർത്തകർ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിക്കുകയായിരുന്നു. തുടർന്നാണ് വീണ്ടും ഒരു സംഘർഷ രംഗങ്ങൾ ഈ ഡൽഹിയിൽ ഉണ്ടായത്. ഷഹീദ് പാർക്കിന് തൊട്ടുപുറത്താണ് പ്രതിഷേധക്കാർ റോഡ് ഉപരോധിച്ച പ്രതിഷേധം നടത്തിയത്. അവരെ പോലീസ് ബലപ്രയോഗത്തിലൂടെ കസ്റ്റഡിയിലെടുത്ത് നീക്കിയിരിക്കുകയാണ്. നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ സ്ഥലത്തു നിന്നും പോയതിന് തൊട്ടു പിന്നാലെയാണ് പ്രതിഷേധക്കാർ ഇത്തരത്തിൽ കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ റോഡ് ഉപരോധിച്ച് ഇന്നും പ്രതിഷേധം ഡൽഹിയിൽ സംഘടിപ്പിച്ചത്. ഷഹീദ് പാർക്കിന് പുറത്താണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം. കഴിഞ്ഞ ദിവസം ആരംഭിച്ച പ്രതിഷേധത്തിന്റെ തുടർച്ചയായാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നത്. ഇത്തരത്തിൽ ഒരു പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് ശക്തമായ പോലീസ് സുരക്ഷ ഈ പ്രദേശത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡൽഹി പോലീസിന്റെ നിരവധി ഉദ്യോഗസ്ഥരെ, നൂറുകണക്കിന് ഉദ്യോഗസ്ഥരെ ഷഹീദ് പാർക്കിന് സമീപം വിന്യസിച്ചിട്ടുണ്ട്. കൂടാതെ ബിജെപിയുടെയും ആം ആദ്മി പാർട്ടിയുടെയും ആസ്ഥാനത്തിന് സമീപവും പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ഈ പ്രതിഷേധങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള അവസരവും ഒരുക്കാത്ത തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത് എല്ലാം മറികടന്നുകൊണ്ടാണ് ഷഹീദ് പാർക്കിലെ പ്രതിഷേധത്തിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ റോഡിന് പുറത്ത് ഉപരോധിച്ചുകൊണ്ട് പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. ആ പ്രവർത്തകരെയും പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് നീക്കിയിരിക്കുകയാണ്. ഈ റോഡിലൂടെയുള്ള ഗതാഗതം പോലീസ് പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. ബൽറാം, ഈ അറസ്റ്റ് ദിനത്തിന്റെ അന്ന് തൊട്ട് തുടങ്ങിയതാണ് പ്രതിഷേധം. വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ നിയന്ത്രണങ്ങളും മാറ്റിക്കൊണ്ട് അവർ പ്രതിഷേധിക്കാൻ എത്തുന്നു. ഇപ്പോഴും പ്രതിഷേധിച്ചവരെ അവിടെ നിന്ന് നീക്കുകയാണ് പോലീസ്. പക്ഷേ ഇനിയും പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെ ആയിരിക്കില്ലേ ആം ആദ്മിയുടെ തീരുമാനം. ഒപ്പം ഇന്ത്യ മുന്നണിയുടെ പൂർണ്ണമായ പിന്തുണയും അവർക്കുണ്ടാവും. ഈ ഒരു സമയത്ത് ഇനി ആം ആദ്മിയുടെ നീക്കം ഏത് തരത്തിലായിരിക്കും? തീർച്ചയായും ശക്തമായ പ്രതിഷേധം തന്നെയാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും കഴിഞ്ഞ 2 ദിവസമായി ഡൽഹിയിൽ നടന്നു വരുന്നത്. കെജ്രിവാളിൻ്റെ വസതിയിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സംഘം എത്തിയതിന് പിന്നാലെ തന്നെ അദ്ദേഹത്തിന്റെ വസതിക്ക് സമീപം പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയിരുന്നു. ഇന്നലെ തുടർച്ചയായി കെജ്രിവാളിന്റെ അറസ്റ്റിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ ITO എന്ന തന്ത്രപ്രധാനമായ ജംഗ്ഷനിൽ ഉൾപ്പെടെ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചു. അതിന്റെ തുടർച്ചയായാണ് ഇന്ന് ഷഹീദ് പാർക്കിലെ പ്രതിഷേധം എന്നുള്ളത്. കഴിഞ്ഞ വർഷം പാർക്കിൽ ആം ആദ്മിയുടെ ശക്തമായ പ്രതിഷേധത്തിനാണ് ഇന്ന് രാജ്യം സാക്ഷ്യം വഹിച്ചത്. അവിടെ പ്രതിഷേധിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്.